റോണി സാറേ. എന്റെ പേര് യൂസുഫാണ്. സ്ഥലം കോഴിക്കോട് ഓമശ്ശേരിയിലാണ്. കേൾക്കാമോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാന് ഇതുവരെ റിസൾട്ട് പറഞ്ഞിട്ടില്ല. എന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാല് ഞാൻ ഏകദേശം 3 വർഷത്തോളായി ഈ ഒരു വിഭാഗത്തില് നിൽക്കാൻ തുടങ്ങിയിട്ട്. കാര്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് 2 വർഷം ആയിട്ടേ ഉള്ളൂ. എനിക്ക് ബുള്ളറ്റിന്ന് ചെരിഞ്ഞ സമയത്ത് കുട്ടികളുണ്ടായിരുന്നു, 2 പേര് ബുള്ളറ്റിന്റെ മുകളില്. അപ്പൊ ചെരിഞ്ഞ സമയത്ത് എനിക്ക് എല്ലാവർക്കും അറിയാം, ബുള്ളറ്റ് വെയിറ്റ് ഉള്ള ഒരു വണ്ടിയാണ്. അത് ചെരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാലിൽ കുത്തി പിടിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷെ കുട്ടികളുള്ളത് കൊണ്ട് ഞാനത് പരമാവധി പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കാല് താഴെ വെച്ചു. ആ സമയത്ത് എന്റെ ഡിസ്കിന് കംപ്ലൈന്റ് വന്നു. അങ്ങനെ അത് കുറച്ചു കാലം ഞാനത് ഈ നാടൻ ചികിത്സയൊക്കെ ആയിട്ടൊന്ന് പോകുന്ന സമയത്ത് വീണ്ടും അതേ സ്ഥലത്ത് അതേപോലെ വീണ്ടും ചെരിഞ്ഞു. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവിടെ ഒരു വളവുണ്ട്, അവിടെ നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ചെരിയും. അത് സംഭവിച്ച സമയത്ത് എനിക്ക് തീരെ കുനിയാനോ നീരാനൊന്നും പറ്റാതെയായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്ത സമയത്ത് L4 L5 ശരിക്കും ബൾജാണ്. എന്റെ ഒരു കാലിലേക്കുള്ള സർക്കുലേഷൻ വളരെ കുറവായിരുന്നു. എനിക്ക് ഒരു 5 മിനിറ്റ് പോലും നേരം നിൽക്കാനോ, അതേപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാല് തൊട്ട് കഴിഞ്ഞാൽ തരുത്തിട്ട് നമുക്കത് അറിയില്ല. അത്രയും പ്രയാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് പള്ളിയിലൊക്കെ ഞാൻ ചെയറിൽ ഇരുന്നിട്ടാണ് 2 വർഷത്തോളം നമസ്കരിച്ചിട്ടുള്ളത്. ആ ഒരു സമയത്ത് ഞാൻ പിന്നെ വലിച്ച് ഞെട്ടിക്കുന്ന ഒരു സ്ഥലമുണ്ട്, നമ്മളെ ബാംഗ്ലൂര് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയി, അവിടെ ഒരു 4 പ്രാവശ്യം പോയിട്ട് നിലമംഗല ഒരു ശിവണ്ണ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, വലിച്ചു ഞെട്ടിച്ച് നോക്കി. ഞാൻ ഓപ്പറേഷൻ പറഞ്ഞ സമയത്ത് എന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകള്, ഇപ്പൊ ഏതായാലും ഓപ്പറേറ്റ് ചെയ്യണ്ട, മാക്സിമം ആയുർവേദം അല്ലെ അങ്ങനെ ഏതെങ്കിലും നോക്കിയിട്ട് ചെയ്താൽ മതി, പിന്നീട് റിക്കവറിക്ക് ചാൻസ് ഉണ്ടാവില്ല, പിന്നെ തീരെ എനിക്ക് കുനിയാനും നീരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നിന്നുള്ള മാറ്റം എനിക്ക് വേണം. എന്റെ ഉമ്മയൊക്കെ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ കുറെ ചികിത്സിച്ച് ഞാൻ അവിടെ ബാംഗ്ലൂരിൽ പോയിട്ട് ഒരു മാറ്റമില്ല, 3 മാസം ഒഴിഞ്ഞ് അതൊരു മാറ്റമില്ല. പിന്നെ അലോപ്പതി ഒരു ഡോക്ടർ ഉണ്ട്, ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ പാണ്ടിക്കാട്, അവരിതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. എനിക്ക് കുറച്ച് പൊടിയൊക്കെയാണ് തരുന്നത്, അത് അലോപ്പതി തന്നെയാണ്. അത് കുടിച്ചിട്ട് ഒരു 2-3 മാസം നോക്കാൻ പറഞ്ഞു. അപ്പോഴും ഇല്ല. അങ്ങനെ ഞാന് ഈ എന്റെ ലൈഫിൽ തന്നെ നല്ല ഫുട്ബോൾ കളിക്കുന്ന ആളായിരുന്നു. അപ്പൊ ഇത് കളി നിർത്താന്ന് പറഞ്ഞത് എനിക്ക് വളരെ മാനസികമായിട്ടൊരു പ്രശ്നമായി. അതേപോലെ തന്നെ എന്റെ വർക്ക് എന്ന് പറഞ്ഞ സമയത്ത് ഇലക്ട്രിക്കൽ വർക്കാണ്. അപ്പൊ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്തും കുനിയലും നീരലും ഈ നമ്മളുടെ ഏണിയിൽ കയറലും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് ജീവിതം തന്നെ ഒരു ഇങ്ങനെ മുട്ടി നിൽക്കുന്ന സമയത്ത് എന്നോട് വേറൊരു എന്റെ അപ്ലൈൻ ആയിട്ടുള്ള സജന മാഡം പറഞ്ഞു, അവരുടെ ഉപ്പക്ക് താഴേക്ക് എന്തോ ഒരു വാർപ്പിന്റെ മുകളിൽ ജസ്റ്റ് വീണ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. അപ്പൊ ഒരാൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം ഉപയോഗിച്ചിട്ട് നല്ല മാറ്റം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ കേട്ട് ഒരു ഓപ്പ് അവസാനത്തെ അറ്റകൈ എന്നുള്ള നിലക്ക് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. ഒരു 10-40 ദിവസം കൊണ്ട് ഞാൻ ശരിക്കും ബോഡി ഒന്ന് ശരിക്കും ബെൻഡായി പോയിരുന്നു. അപ്പോ ഒരു 10-40 ദിവസം കൊണ്ട് എനിക്ക് ആ വേദന പൂർണ്ണമായിട്ടും മാറി. ആ മാറിയത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാനത് നടക്കുന്ന സമയത്ത് ഞാൻ എന്റെ ബുള്ളറ്റിന്റെ കിക്കറൊക്കെ അങ്ങാടിയിൽ പോയിരുന്ന സമയത്ത് വേറെ ആളുകളെ കൊണ്ട് അതിന് കിക്കർ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പറ്റൂല, വലത് കാലം കൊണ്ട് അടിക്കാൻ പറ്റില്ല, അത്രയും പ്രയാസത്തിലായിരുന്നു. പക്ഷെ ഒരു 40 ദിവസം കൊണ്ട് ഇത് മാറിയ സമയത്ത് അത് അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നീട് ആ വേദന എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ നോർമലിലാണ് ഇപ്പൊ നമസ്കാരം എല്ലാം കാര്യം ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ ചാൻസ് കിട്ടിയാൽ ഫുട്ബോൾ കളിക്കാറുണ്ട്. നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാത്രിയിൽ ടർഫാണ് ഉണ്ടാവില്ല, അപ്പം നമ്മളെ കൂട്ടുകാരെ വിളിക്കുന്ന സമയത്ത് ഞാൻ പോവാറുണ്ട്, കളിക്കാറൊക്കെ ഉണ്ട്. അത്രയും മാറ്റം എനിക്ക് ഉണ്ടായി. അത് തന്നെയല്ല, എന്നോട് ചെയ്യാൻ പറഞ്ഞ സംഗതി അവസാനമായിട്ട് പോയ സ്ഥലത്ത് നിന്ന് എക്സസൈസ് ചെയ്യാനാ പറഞ്ഞത്. ബാക്കോട്ട് ഒരു ഏതെങ്കിലും ഒരു പൈപ്പ് വടിയൊക്കെ പിടിച്ചിട്ട് ബാക്കോട്ട് ബെൻഡ് ആവാൻ. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്റെ ബാക്കിലെ മസിലുകള്, നമ്മളെ നട്ടലിനെ പിടിച്ചു നിർത്തുന്ന മസിലുകള് ബലം കുറയുന്ന സമയത്തോ അല്ല അതിന് എന്തെങ്കിലും ഡാമേജ് വരുന്ന സമയത്താണ് ഈ നട്ടലിൽ ആടി പോയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വെയിനുകളോ നെർവുകളൊക്കെ അവിടെ ഇവിടെയും ജാമായിട്ടാണ് അങ്ങോട്ടുള്ള സർക്കുലേഷൻ ഏത് ഭാഗത്തേക്കാണോ അവിടെ സർക്കുലേഷൻ ഇല്ലാതെ കുറെ ചെയ്യുന്ന സമയത്താണ് ഈ വേദനയും തെരുപ്പും കടിച്ചിലൊക്കെ വരുന്നത്. അപ്പൊ ആ എക്സസൈസിന് പകരമായിട്ട് എക്സസൈസ് ചെയ്യുന്നത് അവിടെ സർക്കുലേഷൻ വരാനാണ്. പിന്നീടാണ് ഞാനത് മനസ്സിലാക്കിയത്. അപ്പൊ ഇതിൽ നമ്മൾ വിരിച്ചു കിടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫുൾ ടൈം ആ ഡേയിലും നമ്മളാ
കിടക്കുന്ന എല്ലാ ദിവസവും പ്രോപ്പർലി സർക്കുലേഷൻ ആ മസിലിന്റെ ഭാഗത്ത് വരികയാണ്. അതുകൊണ്ട് ആ മസിലിന് കുറച്ച് സ്ട്രെങ്ത് വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളെ നട്ടലിനെ അത് കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്റെ MRIയിൽ L4 L5 ശരിക്കും തള്ളി നിൽക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. അപ്പൊ ഇനി എനിക്ക് ഒന്നും കൂടി MRI എടുക്കണം എന്നുണ്ട്. അതിനുള്ള ഒരു ഒഴിവ് കിട്ടുന്നില്ല. അതിന് ഒന്നാമത്തത് വെറുതെ എടുക്കുകയാണല്ലോ. എന്താണ് ഫിസിക്കലി എന്റെ ബോഡിയിൽ സംഭവിച്ചതെന്ന് എനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഒരു ഒഴിവും സമയമൊക്കെ കിട്ടുന്ന സമയത്ത് ഞാനത് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ എനിക്ക് വീട്ടിൽ കിട്ടിയത് ഇത് കിട്ടിയ സമയത്ത് എന്റെ ഉമ്മ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഉമ്മ സാധാരണ കൊല്ലങ്ങളായി ഒരു 10-15 വർഷമായിട്ട് ചെയറിൽ ഇരുന്നിട്ടാണ് നമസ്കരിക്കാറുള്ളത്. അതിന് മുട്ട് വളഞ്ഞിട്ട് നമുക്കിങ്ങനെ സാഷ്ടാംഗ സുജൂദ് എന്ന് പറയും, അങ്ങനെ പോകാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എന്റെ ആ റിസൾട്ടിന് ശേഷം ഞാൻ ഉമ്മക്ക് ഒന്ന് വാങ്ങിക്കൊടുത്തു. അത് ഉമ്മ ഇപ്പം ഒരു 2 വർഷത്തോളായിട്ട് അങ്ങനെ ചെയറിലിരുന്ന് നമസ്കരിക്കുന്നത് മറന്നുപോയി. ഓട്ടോമാറ്റിക്കലി നോർമലാണ് ഇപ്പം നമസ്കരിക്കുന്നത്. അതേപോലെ എന്റെ വൈഫിന് മൈഗ്രെയിനും പിന്നെ പുറത്ത് നമ്മള് പാത്രമൊക്കെ കഴുകാൻ ഇങ്ങനെ താഴോട്ട് നിൽക്കുന്ന സമയത്ത് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, പുറം വേദന എന്ന് പറയും. അതും ഓട്ടോമാറ്റിക്കലി ഞാൻ വീണ്ടും ഒന്നുകൂടി വാങ്ങി. ഞാൻ സിംഗിൾ ആണ് വാങ്ങിയത്. അതിലുള്ള ആ പൈസന്റെ നഷ്ടവും ലാഭമൊന്നും അന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ അന്ന് റിസൾട്ട് കിട്ടാന്ന്. അത് റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ആയിട്ട് ഏറ്റെടുത്തു. ഇപ്പൊ ഞാൻ 2 വർഷമായിട്ട് എന്റെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഞാൻ ഒഴിവാക്കി. 10-22 വർഷം തുടർച്ചയായിട്ട് ചെയ്തിട്ടുള്ള ഫീൽഡാണ്. അങ്ങനെ ഈ ഒരു 1.5 വർഷം മുമ്പ് ഈ ഒരു പ്രൊജക്റ്റിലൂടെ ഞാൻ എന്റെ ഒരു ബ്രസ വെഹിക്കിൾ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നിലവില് ഈ കൊടുത്ത ആളുകൾക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ട്. അത് ഞാനിപ്പം ഇവിടെ പറയുന്നില്ല. എന്റെ ടീമിലുള്ള ആളുകൾ അവരിലൂടെ കൊടുത്തതും ഞാൻ കൊടുത്തതൊക്കെ ഉണ്ട്. അവര് പറഞ്ഞോളൂ, പിന്നീട് ഒരു ദിവസത്തെ നമുക്ക് സംസാരിക്കാം. ഇങ്ങനെ 3 റിസൾട്ട് എനിക്ക് ഹെവി ആയിട്ട് കിട്ടി. പിന്നീട് ആ വേദന തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഈ നമ്മള് ബാക്ക് പെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാല് അത് പോയിട്ട് കഴിഞ്ഞിട്ട് ചില ചികിത്സകൾക്ക് ട്രീറ്റ്മെന്റിൽ ഒരു ഇത് കിട്ടാറുണ്ട്, ഒരു 2, 3, 4 മാസമൊക്കെ. വീണ്ടും അത് തിരിച്ചു വരാറുണ്ട്. എന്നാൽ എനിക്കിപ്പോ അത് ഇന്നേ വരെ 2 വർഷത്തിന് ഇപ്പുറം തിരിച്ചു വന്നിട്ടില്ല. ഞാൻ ഫുട്ബോൾ കളിച്ചാലൊക്കെ നമുക്കറിയാമല്ലോ, കളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീണ്ടും ആ വേദന വരാറുണ്ട്, അങ്ങനെ മാറി എന്ന് പറഞ്ഞ ആളുകൾക്ക്. പക്ഷെ നിലവിൽ എനിക്കത് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, വരാതിരിക്കട്ടെ. അപ്പൊ അതെനിക്കൊരു അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് ആയതുകൊണ്ടാണ് ഞാനിത് ഏറ്റെടുത്തതും അതേപോലെ തന്നെ ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതും. ഏകദേശം ഒരു 10 ലക്ഷത്തിന് മുകളിൽ ഞാൻ വരുമാനം വാങ്ങിയിട്ടുണ്ട്. എന്റെ കൂടെയുള്ള ആളുകള് അതേപോലെ തന്നെ നല്ല വരുമാനത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഞാനിപ്പോ ബാക്ക് പെയിൻ ഉള്ള ഒരാളെ കാണുന്ന സമയത്ത് 100% കോൺഫിഡൻസോട് കൂടി ഞാൻ പറയും, അദ്ദേഹം ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പെയിന് മാറും എന്നുള്ളത്. അപ്പൊ എന്റെ അനുഭവമാണ്. അപ്പൊ ഓരോരുത്തർക്കുള്ള അനുഭവം നമ്മൾ സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞാൽ അത് നമുക്ക് ബിസിനസ് ആക്കി മാറ്റാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഇ ബൈറ്റോറിയ.